വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിനായി കാതോർക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഘോഷിക്കുന്ന എന്നിലും വചനം ശ്രവിക്കുന്ന നിങ്ങളിലും ശക്തമായി ഇടപെടട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയട്ടെ. കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ധന്യനാമത്തിൽ ഒന്നുചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ മണിക്കൂർ നിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലെല്ലാം വെളിപ്പെടുന്ന മണിക്കൂറായി മാറട്ടെ. ദൈവകൃപയൊഴുകട്ടെ. പരിശുദ്ധാത്മാവെ നിറയണമേ. പരിശുദ്ധയമ്മയെ മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ മധ്യസ്ഥരായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. സങ്കീർത്തനത്തിൻ്റെ 34-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവം ഉണ്ടാകും. പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക നിയോഗങ്ങളൊന്നുമില്ല. ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. ഈ സമയത്തുള്ള പ്രാർത്ഥനയും ഏതെങ്കിലുമൊക്കെ പ്രതികൂലതകളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴുള്ള പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസം പലപ്പോഴും നമുക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന വരുമ്പോൾ ദൈവം സമീപത്തുള്ള അത്ഭുതകരമായ അനുഭവം നമുക്ക് ദർശിക്കാൻ കഴിയും. 145-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം
അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയ പരമാർത്ഥതയോടെ, ഹൃദയം നുറുങ്ങി തൻ്റെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ നിലവിളിക്ക് മുമ്പിൽ കാതടയ്ക്കുന്നവനല്ല. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയായി മാറട്ടെ. ഹൃദയ പരമാർത്ഥതയോടെയുള്ള പ്രാർത്ഥനയായി മാറട്ടെ. ഹൃദയ നുറുങ്ങി ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. അവൻ സമീപസ്ഥനാണ്. അവൻ അകലങ്ങളിലിരിക്കുന്ന ദൈവമല്ല, അവൻ നിന്റെ കൂടെയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സത്യം നാം മനസ്സിലാക്കുന്നത് തിരുവചനത്തിൽ ഏറെ ഉദാഹരണങ്ങളിലൂടെ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം സാമുവേലിൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമാണ്. എഫ്രായിം മലനാട്ടിൽ എഫ്രായിം മലനാട്ടിലെ റാമാത്തയിമിൽ സൂഫ് വംശജനായ ഏൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. ഏൽക്കാനായ്ക്ക് 2 ഭാര്യമാർ. ഒരാളുടെ പേര് പെനീന എന്നും രണ്ടാമത്തവളുടെ പേര് ഹന്ന എന്നുമായിരുന്നു. പെനീന മക്കൾ ഉള്ളവളും ഹന്ന വന്ധ്യയുമായിരുന്നു. ഏൽക്കാനയ്ക്ക് പെനീനയേക്കാൾ അധികം ഹന്നയോട് സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഹന്ന വളരെ വേദനയോടെയാണ് ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് പെനീനയിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന നിന്ദാവചനങ്ങൾ, പരിഹാസങ്ങൾ, അത് അവളെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഏൽക്കാനയ്ക്കും കുടുംബത്തിനും ഒരു പതിവുണ്ടായിരുന്നു. ഏൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഷീലോയിൽ പോയി എല്ലാ വർഷവും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു പതിവ് ഏൽക്കാനയുടെ കുടുംബത്തിലുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ ചില പതിവുകൾ ഉണ്ടാവണം. ചില പതിവുകൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവണം. തിരുനാളിന് പോകുന്ന പതിവ്, തീർത്ഥാടനത്തിന് പോകുന്ന പതിവ്, കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന പതിവ്, നോമ്പെടുക്കുന്ന പതിവ്, ഉപവസിക്കുന്ന പതിവ്, ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന പതിവ്. പ്രിയപ്പെട്ടവരെ, ഏൽക്കാനയുടെ കുടുംബത്തിൽ നമ്മൾ കാണുകയാണ്, അവർക്കൊരു പതിവുണ്ടായിരുന്നു. എല്ലാ വർഷവും തൻ്റെ പട്ടണത്തിലേക്ക് പോയി ബലിയർപ്പിക്കാനുള്ളൊരു പതിവ്. ഈ സമയത്ത് ഹന്നായ്ക്ക് അല്പം വിഷമം കൂടുതലുണ്ടായിരുന്നു. കാരണം ദേവാലയത്തിൽ അർപ്പിക്കാനായി, നേർച്ചയിടാനായി പണം കൊടുക്കുമ്പോൾ പെനീനായ്ക്കും മക്കൾക്കുമുള്ള ഓഹരിയും ഹന്നായ്ക്കുള്ള ഓഹരിയും വ്യത്യാസമുണ്ട്. കാരണം മക്കൾക്കും പെനീനായ്ക്കും എണ്ണത്തിനനുസരിച്ചാണ് തുക എൽക്കാന കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹന്നയുടെ ഓഹരി വളരെ ശുഷ്കമായിരുന്നു. അവൾക്ക് വിഷമമായി, എനിക്ക് മക്കളില്ലാത്തത് കൊണ്ടാണല്ലോ എൻ്റെ ഓഹരി കുറഞ്ഞു പോകുന്നത്. അപ്പോൾ എൽക്കാന അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്തിന് ദുഃഖിക്കുന്നു, നീ എന്തിന് കരയുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ. പ്രിയപ്പെട്ടവരെ, സ്വന്തമായി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തൊരു അമ്മയുടെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഹന്നയുടെ വേദന അതായിരുന്നു. ആ വേദനയോടെയാണ് പലപ്പോഴും നിന്ദനങ്ങൾക്ക് മധ്യേ ഭക്ഷണം കഴിക്കാതെയും കരഞ്ഞും തളർന്നിരുന്ന ഹന്ന ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോയ സമയത്ത് അവൾ നെടുവീർപ്പോടുകൂടിയാണ് പോകുന്നത്. ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി കർത്താവിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൻ്റെ കവാടത്തിങ്കൽ വാതിൽപ്പടിക്കൽ സമീപം ഇരിക്കുകയായിരുന്നു.
അപ്പോൾ ഹൃദയ നൊമ്പരത്തോടെ വേദനയോടെ പ്രാർത്ഥിക്കാനായിട്ട് പോയ ഒരു സ്ത്രീ. ഇവിടെയാണ് യഥാർത്ഥമായ ദൈവം ഇറങ്ങി വരുന്ന ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നത്. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരമാണ്: അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു: സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. ഞാൻ അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്നയുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന. കരഞ്ഞുകൊണ്ടാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, അങ്ങെന്നെ അനുസ്മരിക്കണമേ, അങ്ങെന്നെ വിസ്മരിക്കരുതേ, എന്നെ മറന്ന് കളയരുതേ. എൻ്റെ വേദനകൾ അറിയുന്ന ദൈവമേ, അങ്ങെന്നെ ഓർക്കണമേ. അങ്ങ് എനിക്കൊരു പുത്രനെ തന്നാൽ. അവൾ നേർച്ച നേരുകയാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കാനായിട്ട്. തൻ്റെ ഹൃദയം മുഴുവൻ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തോട് ഹൃദയം തുറന്ന് പറയുകയാണ്: നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ ജീവിതകാലം മുഴുവൻ നിനക്ക് പ്രതിഷ്ഠിച്ചു കൊള്ളാം. പ്രിയപ്പെട്ട എൻ്റെ അധരത്തിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇതുപോലെ ഹൃദയം നുറുങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയ നൊമ്പരങ്ങൾ കർത്താവിന് മുമ്പിൽ കൊടുക്കുമ്പോൾ, കർത്താവിനോട് ചില ദൃഢനിശ്ചയങ്ങളും തീരുമാനങ്ങളും എടുത്ത്, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞിൻ്റെ സന്തോഷം അനുഭവിക്കാനിട വന്നാൽ മദ്യപാനം ഞാൻ നിർത്തിക്കൊള്ളാം, ദുശീലങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിക്കൊള്ളാം, എല്ലാവരെയും സ്നേഹിച്ചോളാം, പാവങ്ങളോട് പരിഗണന കാണിച്ചോളാം. എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങളും തീരുമാനങ്ങളും നമുക്കുണ്ടാവണം. ഹന്നായിക്കൊരു വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു: നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അവനെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് പ്രതിഷ്ഠിക്കും, കുഞ്ഞിനെ കർത്താവിന് വേണ്ടി ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് ഹന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഉറച്ച തീരുമാനമെടുത്ത് നേർച്ച നേർന്നപ്പോൾ കർത്താവിന് വേണ്ടി കുഞ്ഞിനെ വളർത്താൻ ഹന്നായെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിന് വേണ്ടി കർത്താവ് ഒരു കുഞ്ഞിനെ വളർത്താൻ ഹന്നായെ ഏൽപ്പിക്കുന്ന രംഗമാണ് പിന്നീടുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഏലി എന്ന പുരോഹിതന് പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നിയത് ഇവൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തയായി നിൽക്കുകയാണ്. കാരണം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എപ്പോഴും മനസ്സിലാകണമെന്നില്ല. കാരണം അവർ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഹൃദയം നുറുങ്ങുമ്പോൾ, നൊമ്പരങ്ങളും വേദനകളും നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ മറ്റാരെയും ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്നുള്ള ചിന്ത മനസ്സിലില്ല. എല്ലാം മറന്ന് ചങ്കുപൊട്ടി വിളിക്കുകയാ, ഹൃദയം തകർന്ന് വിളിക്കുകയാ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവിനെ വിളിക്കുകയാ. അപ്പോൾ ഏലി അവളോട് ചോദിക്കുന്ന, അവൾക്ക് അല്പം വിഷമം വരുന്ന ഒരു ചോദ്യമുണ്ട്. അതിപ്രകാരമാണ്: ഏലി അവളെ ശ്രദ്ധിച്ചു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അവൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു: എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പുരോഹിതൻ ഇപ്രകാരം പറയുമ്പോൾ തീർച്ചയായിട്ടും അന്നായിക്ക് എന്തുമാത്രം ദുഃഖമുണ്ടാവും. താൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ പുരോഹിതൻ പോലും തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വേദന. നീ എത്ര നേരം ഈ ലഹരി പിടിച്ചിരിക്കും എന്ന ചോദ്യം. മദ്യലഹരിയിലാണ് അവളെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പക്ഷേ അവൾ പുരോഹിതനോട് വളരെ ശാന്തമായി സൗമ്യമായി തൻ്റെ ഭാഗം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവൾ പറഞ്ഞു, ഹന്ന പ്രതിവചിച്ചു 15-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു.
ഈ ദാസിയെ അധപ്പതിച്ചവളായി അവിടുന്ന് ഗണിക്കരുതേ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥന എന്താണ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. നമുക്കറിയാം, ഒരു വലിയ ജാറിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിലേക്ക് വെള്ളം പകരുകയാണെന്ന് കരുത്. ജാറിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും, ബോട്ടിലെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് പകരുക എന്ന് പറഞ്ഞാൽ. ഹന്നായുടെ ഹൃദയം നുറുങ്ങി അവളുടെ വേദനകൾ നിറഞ്ഞ ഹൃദയവികാരങ്ങൾ അവൾ പകർന്നു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഹൃദയവികാരങ്ങൾ പകർന്നു കൊടുത്തപ്പോൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് ഈ വികാരങ്ങൾ തീരുകയാണ്. അത് ദൈവത്തിന് അവൾ കൊടുത്തു കഴിഞ്ഞു. അവളുടെ ഹൃദയം ശൂന്യമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥമായൊരു പ്രാർത്ഥന. നീ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിൽ അണയുമ്പോൾ നിന്റെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ ദൈവത്തിന് നീ അത് പകർന്നു കൊടുക്കണം. നിന്റെ ഹൃദയം ശൂന്യമാകണം. നിന്റെ ഹൃദയത്തിലുള്ള വേദനകളും നൊമ്പരങ്ങളും നിന്റെ നിരാശാനുഭവങ്ങളും ദൈവത്തിൻ്റെ പക്കലേക്ക് നീ പകർന്നു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഏലി അവളോട് പറയുകയാണ്, മകളെ, നീ സമാധാനത്തോടെ പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് ഒരു പുരോഹിതൻ ആശീർവദിച്ചുകൊണ്ട് പറയുകയാണ്. അവളുടെ ഹൃദയം പകർന്നുള്ള പ്രാർത്ഥനയുടെ മേൽ ഒരു പുരോഹിതന്റെ ആശീർവാദം കൂടിയായപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടനെ അവൾ പറഞ്ഞു, ഈ ദാസിക്ക് അങ്ങയുടെ കടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. അന്നായുടെ ഹൃദയനൊമ്പരങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പകർന്നു കൊടുത്ത് കർത്താവിൻ്റെ പുരോഹിതന്റെ ആശീർവാദവും വാങ്ങി സന്തോഷത്തോടെ അവൾ മടങ്ങുകയാണ്. അവൾ പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അവളുടെ ഹൃദയം നൊമ്പരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഹൃദയം ശൂന്യമായി. വചനം ഓർമ്മിക്കുക. 18-ാമത്തെ വചനം നാമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വചനം. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. കാരണം അവളുടെ ഹൃദയ നൊമ്പരങ്ങളും വികാരങ്ങളും അവൾ ദൈവമായ കർത്താവിന് പകർന്നു കൊടുത്തിരുന്നു. ദൈവത്തിന് കൊടുത്തു, ദൈവത്തിനെ ഏൽപ്പിച്ചു, ദൈവം അത് ഏറ്റെടുത്തു എന്നുള്ള ഉറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരുന്നത് മ്ലാനമായ മുഖം ഉപേക്ഷിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ചാർത്ത് വിളിക്കുവിൻ. ദൈവത്തിൻ്റെ മുമ്പിൽ പിന്നീട് ഒരിക്കലും മുഖം മ്ലാനമാകാത്ത അന്ന ജീവിതത്തിൽ ആനന്ദിക്കുകയാണ്. സങ്കീർത്തന വചനം പറയുന്നത് പോലെ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ചാർപ്പ് വിളിക്കുവിൻ. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുവിൻ. ആനന്ദവും ആർപ്പ് വിളികളുമാണ്, ദൈവസ്തുതികളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയവികാരങ്ങൾ പകർന്നു കൊടുത്ത് ഹൃദയം സ്വതന്ത്രമാക്കി കഴിയുമ്പോൾ പിന്നെ സ്വാതന്ത്ര്യത്തോടെ ദൈവമക്കളെ സന്തോഷത്തോടെ അനവരതം ആനന്ദിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. 37-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കർത്താവിൽ ആനന്ദിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു കൊടുക്കുന്നതാണ് സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ഹന്നായുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ലേ. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവിൽ ആനന്ദിച്ചു അവൾ, മുഖം മ്ലാനമാക്കാതെ ആനന്ദത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ
20-ാം വാക്യം പറയുന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാമുവേൽ എന്ന് പേര് കൊടുത്തു. ബൈബിളിലേക്ക് നോക്കിയാൽ പല കഥാപാത്രങ്ങൾക്കും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മോശയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ദാവീദിന് തെറ്റുപറ്റിയിട്ടുണ്ട്, പ്രവാചകന്മാരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി പിന്നെ തിരിച്ചു വന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകന് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിക്കാനോ ഒരു തെറ്റുപറ്റുന്ന അവസ്ഥയുണ്ടാകാനോ ബൈബിളിൽ ഇടവന്നിട്ടില്ല. വചനം സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം അവൻ പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാണ്. അവൻ ദൈവത്തിൽ നിന്ന് അവൻ്റെ അമ്മ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച് ചോദിച്ചു വാങ്ങിയതാണ്. ദൈവം കൊടുത്ത കുഞ്ഞാണ്. അവനെ അതുപോലെ അവൾ വളർത്തി. മുലകുടി മാറുന്നത് വരെ അവനെ കൂടെ നിർത്തി, എങ്ങോട്ടും പോകാതെ അവന് വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ കുഞ്ഞാണിവനെന്നുള്ള ബോധ്യത്തോടുകൂടി നിത്യമായി ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെടേണ്ടവനാണെന്നുള്ള ചുമതലാ ബോധത്തോടെ തൻ്റെ നേർച്ച നിറവേറ്റണമെന്നുള്ള ആഗ്രഹത്തോടെ അത് ഗൗരവമായി കണ്ട് അത് നിറവേറുവാൻ തക്ക വിധത്തിൽ ആ അമ്മ കുഞ്ഞിനെ ബാല്യം മുതൽ പരിശീലിപ്പിച്ച് വളർത്തി. സമയമായപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചയർപ്പിച്ചു. ഏലി പുരോഹിതന്റെ കയ്യിൽ അവനെ ഭരമേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഹന്ന ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചതുപോലെ പ്രിയപ്പെട്ട മകനെ മകളെ, നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നു? നിന്റെ കുടുംബത്തിലായിരുന്നു കൊണ്ട് നിനക്കൊന്ന് ഹൃദയം നുറുങ്ങി ഹൃദയവികാരങ്ങൾ ദൈവത്തിനങ്ങ് പകർന്നു കൊടുത്ത് അന്ന പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അതിനുള്ള സമയമാണിനി. അഭിഷേകത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേലെ ഇറങ്ങി വരുന്ന സമയമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഇന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ അനുഭവിക്കാനായി ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമാണിത് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആയിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവമേ, പരമാർത്ഥ ഹൃദയരെ തള്ളിക്കളയാത്ത ദൈവമേ, ഹൃദയ പരമാർത്ഥതയോടെ ഇതാ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഹൃദയവികാരങ്ങൾ പകർന്നു തന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഹന്നായുടെ പ്രാർത്ഥന പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇതാ പകർന്നു തരുന്ന നാഥ. വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട്, ജീവിതത്തിൽ പൈശാചികമായ ബന്ധനങ്ങളുടെ വീർപ്പുമുട്ടലുകളുണ്ട്. ഇതാ പകർന്നു തരുന്നു നിന്റെ മുമ്പിലേക്ക്. പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. കർത്താവേ, ഞങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്ന അവസ്ഥകൾ മാറ്റിത്തരണമേ. കർത്താവിൽ ആനന്ദിക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നുള്ള വചനത്തിന് അഭിഷേകം നിറയ്ക്കണമേ. കർത്താവേ, ആനന്ദത്തോടെ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയവികാരങ്ങൾ പകർന്നു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിലേക്ക് നമ്മുടെ ഹൃദയവികാരങ്ങളെ, പ്രാർത്ഥന നിയോഗങ്ങളെ ചേർത്ത് നിർത്തി ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് എല്ലാ അഭിവന്ദ്യ പിതാക്കന്മാരോടും ചേർന്ന് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊടുത്തുകൊണ്ട് സ്വരമുയർത്തി കരമുയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യ അധികാരത്തിൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തോട് ചേർന്നുകൊണ്ട് ഏലി ഹന്നായെ ആശീർവദിച്ചപ്പോൾ അനുഗ്രഹം ഒഴുകിയതുപോലെ ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അനുഗ്രഹിക്കണമേ നാഥ, കൃപയൊടുക്കണമേ നാഥ. ഈ മക്കളുടെ ഹൃദയ നമ്പരങ്ങളിലേക്ക് ഇറങ്ങി വരണമേ നാഥ. ഹൃദയ വികാരങ്ങൾ പകർന്നു തന്ന് ഹൃദയം ശൂന്യമാക്കി നിന്റെ സ്നേഹം കൊണ്ട് ഹൃദയം നിറയ്ക്കുവാൻ, ഈ മക്കളെ ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി ഞങ്ങൾ കൂടെ ജീവിക്കാൻ
ജീവിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കുരിശിനാൽ എല്ലാ മക്കളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ കുരിശിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. തിരുരക്ത ശക്തിയാൽ, അഭിഷേക ശക്തിയാൽ, ആത്മാവിൻ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ